ഇന്ന് നമുക്ക് പച്ചക്കറി വാങ്ങാൻ പോയാലോ? ഞാനിപ്പോൾ ബഹ്റൈനിലാണുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ എവിടെ പോകുന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് എടുത്ത് വെച്ചത്. നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം വന്നു. കാരണം നമുക്ക് ഫ്രഷായിട്ട്, അതായത് ഫാം ഫ്രഷ് വെജിറ്റബിൾസും ലീവ്സൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് മോസ്റ്റ്ലി അവരുണ്ടാക്കിയ സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അവിടെ എന്തൊക്കെ ഇല്ലെന്നൊക്കെ. നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരു ഫോട്ടോ ഞാൻ കാണിച്ചില്ലല്ലോ, ആ ഫോട്ടോ ആണ് ആ കാണുന്നത്. ആ ഫോട്ടോൻ്റെ തൊട്ടിപ്പുറമാണ് നമ്മുടെ ഈ കട വരുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കുന്നത്, ഫാമിൽ ഉണ്ടാക്കുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ ഫ്രഷായിട്ട് കുറേ ആൾ വാങ്ങാൻ വരുന്നത്. നമ്മളെ അടുത്തൊക്കെ കടയിൽ കിട്ടും, പക്ഷേ ഇങ്ങനെ ഫ്രഷായിട്ട് അവർ തന്നെ ഫാമിൽ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ തേടി വന്നതാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾമോസ്റ്റ് ഇങ്ങനെ ലീവ്സ് ഐറ്റംസ്, ചീര, സ്പിനാച്ച് അങ്ങനത്തത്, പിന്നെ ബ്രൊക്കോളി, കാബേജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ തക്കാളി, വെണ്ടക്ക, അങ്ങനത്തെയൊക്കെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ കാണുന്നവേ മനസ്സിലായി, ഞാൻ പറയേണ്ട ആവശ്യം. ചെറിയ ടൊമാറ്റോയൊക്കെ ഒരുപാട് തരം കളറിലാണ്. പിന്നെ ആ സാധനം കണ്ടത്, ഈ മൾബറി. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ വെറുതെ, എൻ്റെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ തിന്നുന്നില്ല. ഇവിടെ എത്ര പൈസ കൊടുക്കണം. പിന്നെ ഫ്രൂട്ട്സ് കുറേ, ക്യാരറ്റ്, ചെറുനാരങ്ങ, ഓരോരുത്തർ മഞ്ഞ, പച്ച, പിന്നെ ഒരുപാട് പച്ചക്കറി ഉണ്ട്, കക്കിരിക്ക എല്ലാം ഉണ്ട്. ഞാൻ പറയണ്ടല്ലോ, പേര് കണ്ടാൽ തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന സാധനം വാങ്ങാൻ വന്നതല്ല, നമ്മൾ നോക്കിയിട്ട് നല്ല സാധനങ്ങൾ ഫ്രഷായിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം നോക്കിയിട്ട് വാങ്ങാൻ വന്നതാണ്. ഇത് നമ്മളെ ബജി മുളകുണ്ട്, ബ്രൊക്കോളി, ക്യാപ്സിക്കം തന്നെ ഒരുപാട് കളറിലുണ്ട്. പിന്നെ ഒരുപാട് പച്ചക്കറി ഉണ്ട്. നമ്മളുടെ തണ്ണിമത്തനുണ്ട്, സുക്കിനി ഉണ്ട്, പയറുണ്ട്, ബീൻസ് ഉണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓനിയൻ, ഒരുപാട് പച്ചക്കറികളുണ്ട്. നമ്മൾ വരുമ്പം തന്നെ റോഡ് സൈഡിലൊക്കെ ഇവരുടെ ഫാം കാണാൻ പറ്റും കേട്ടോ. ഈ ചീര, പിന്നെ നമ്മൾ ക്യാബേജ്, ഇതൊക്കെയുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വരുമ്പം തന്നെ കാറിൽ നമ്മൾ കണ്ടു. ഇത് ഒരുപാട് ലീവ്സൊക്കെ, നമ്മൾ റോബസ്റ്റ, ബനാനയുണ്ട്, കക്കിരിക്ക, അങ്ങനെ ഒരുപാട് സാധനം. നമ്മൾ ഈ ഒരു ക്യാരറ്റ് വാങ്ങിച്ച റൂട്ട്, പിന്നെ നമ്മുടെ റാഡിഷ്, കിഴങ്ങ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം കുറച്ച് വാങ്ങിച്ചു. കാരണം നമ്മൾ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും വരാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ച് അധികം സാധനം വാങ്ങിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ പോലെ, അടുത്താണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് പോയി. ഇത് ദൂരമായതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും വരുള്ളൂ. അപ്പോൾ പപ്പായൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നിട്ട്, അപ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് കാർബോർഡിലാക്കി അങ്ങനെ കാറിൽ വെച്ച്, ഇനി നമുക്ക് ഇവിടുന്ന് പോയതിന് എന്തെങ്കിലും ഉണ്ടാക്കണം. സാമ്പാറാക്കാനുള്ള കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഇനി സാമ്പാറോ കുറച്ച് വറവൊക്കെ ആക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഭയങ്കര ചൂടാണ് അമ്മോ. ആ കാറിൽ കയറിയപ്പോൾ ഒരു ആശ്വാസം കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ ശരിക്കൊരു ദുബായ് എത്തിയല്ലേ. നേരത്തെ കണ്ട സ്ഥലം കണ്ട് നമ്മൾ നാട്ടിൻ പ്രദേശം പോലെ ഉണ്ടായിരുന്നില്ലേ, ഇതിപ്പോൾ ബിൽഡിങ്സൊക്കെയാണ് ദുബായ് എത്തി. അപ്പോൾ ബഹ്റൈനിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ബിൽഡിങ്സൊക്കെ കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് പോയ പോലത്തെ ഒരു ഫുള്ളും മലയാളീസിൻ്റെ ചായക്കടയൊക്കെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, റൂമിലെത്തി. വീട് തന്നെയാണല്ലോ ഇപ്പം നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പം ഇനി നെക്സ്റ്റ് ഡേറ്റ് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.